ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഏഷ്യസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബാവോ ബണ്ണാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് 250 ml കപ്പാണ്, അതിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടാകുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. പിന്നെ ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ പറ്റിയ ശേഷം അത് നന്നായിട്ട് അടച്ച് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെക്കേണ്ട വരും ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിവിടെ ക്ലീൻ റാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇറച്ചിയിലേക്ക് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ മുറിച്ചിട്ട് നീളത്തിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടതിന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലിട്ട് വെക്കാം. ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ആ ഒരു മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ എയറൊക്കെ ഒന്ന് കളയാം, ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഒരുപാടൊന്നും കുഴച്ചെടുക്കൊന്നും വേണ്ട. എന്നിട്ടാകുമ്പോൾ ഇതിന് 2 ഭാഗങ്ങളാക്കാം. രണ്ടും 2 ബോൾസാക്കി മാറ്റാം നമുക്ക്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പരത്തുന്ന സ്ഥലത്ത്. എന്നിട്ടാകുമ്പോൾ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി മൈദയൊന്നും എടുക്കണ്ട പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ, നന്നായി ഫ്ലാറ്റാക്കി പരത്തരുത്. പിന്നെ ഇതുപോലുള്ളൊരു മൂടി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലുതായെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അടുത്തത് പിന്നെ മൂടി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ചെറുതാണ്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കാം. ഒന്ന് നെയ്യാക്കിയിട്ടാകുമ്പോൾ അതിനൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നെയ്യാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതൊന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യാക്കിയിട്ട് മടക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതവിടെ ഒട്ടിപ്പോകും. അപ്പോൾ എല്ലാം ഒന്ന് നെയ്യാക്കിയിട്ട് മടക്കിയ ശേഷം ഇതുപോലെ ഒന്ന് റോളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടൊന്ന് പ്രസ് ചെയ്യണ്ട, കുറച്ചൊന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കത് എന്തെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള വെറ്റ് മിക്സും ഡ്രൈ മിക്സും തയ്യാറാക്കാം. അപ്പോൾ വെറ്റ് മിക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലും അതുപോലെ മൈദക്കകത്തുമൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ വേറൊരു പാത്രത്തിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദയൊക്കെ നമുക്ക് അങ്ങനെ കണക്ക് അളവ് പറയാൻ പറ്റില്ല, അതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടിലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വെറ്റ് മിക്സ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ആ മൈദ അതിലേക്ക് ആക്കി കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ആക്കിയിട്ട് ഒന്നങ്ങോട്ട് കുടഞ്ഞെടുക്കാം. നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ചെയ്യുന്നില്ലേ, ഏകദേശം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് അതുപോലെ തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് ആക്കിയപ്പോഴേക്ക് നമ്മുടെ ബന്ന് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിച്ചെമ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ തട്ടിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ആ തട്ടിൽ കുറച്ച് നെയ്യാക്കുക, എന്നിട്ടാകുമ്പോൾ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് അതിൽ നെയ്യാക്കിയതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് അകലം പാലിച്ചിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ആവി കൊള്ളുമ്പോൾ കുറച്ചുകൂടി വലുതാവും. അതുകൊണ്ട് കുറച്ചൊന്ന് വിട്ടോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കിത് അതിലോട്ട് വെച്ചിട്ടാകുമ്പോൾ ഒരു 15 മിനിറ്റ് മതി. അപ്പോഴേക്കാണ് നമ്മുടെ ബന്ന് റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഫ്രൈ ചെയ്യാനിടാം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്കിതെല്ലാം പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാവും. അതുപോലെ നമ്മുടെ ബന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബന്നൊക്കെ ഇവിടെ നല്ല റെഡിയായി വന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട ഇതുപോലെ തുറന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു നെയ്യാക്കിക്കൊണ്ടാണ്. ഇനി നമുക്ക് ഈ ബന്നൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ടക്ക് മയോണൈസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ആദ്യം ആ ബണ്ണിലോട്ട് നമുക്ക് മയോണൈസ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, തക്കാളി അതും ചേർത്തിട്ട് മുകളിൽ നമ്മൾ ബാക്കിയുള്ള മയോണൈസ് ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ക്യാബേജ്, മല്ലിച്ചപ്പ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബൗ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര വലിയ പണിയൊന്നുമില്ല, കുറച്ച് സമയം വേണം. പക്ഷെ നേരത്തെ നമ്മൾ ഇതാക്കി വെക്കുകയാണെങ്കിൽ ചായക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. ചായക്ക് മാത്രം ഇത് കഴിച്ചാൽ പിന്നെ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ല. ഇത് 1-2 കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് നിറയും. അപ്പോൾ അത് മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ഷവർമ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.